കേരളത്തിന്റെ ചരിത്ര സംഭവങ്ങളുടെ പുനർവായന സാധ്യമാക്കുന്നതിൽ സംഘകാല കൃതികൾ വലിയ പങ്ക് വഹിക്കുന്നു. വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളിലൊക്കെ അന്നത്തെ കേരളം ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ച് വിശദമായ ചിത്രങ്ങളൊന്നും ലഭിക്കുന്നില്ല. മധുരയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘം ചരിത്രാന്വേഷികൾ അക്കാലത്തെ കൃതികൾ പരിശോധിച്ച് അവ ക്രമീകരിക്കുകയുണ്ടായി. വ്യത്യസ്ത വിഭാഗങ്ങളിലായി 475ഓളം കവികളുടെ 2000-ലധികം വരുന്ന കൃതികൾ, അവയാണ് സംഘകാല കൃതികൾ എന്നറിയപ്പെടുന്നത്. ആ സംഘകാല കൃതികളിലൂടെ ചരിത്രകാരന്മാർ സഞ്ചരിച്ച് വിലപ്പെട്ട തെളിവുകൾ ശേഖരിച്ച് ചരിത്ര സൃഷ്ടികൾ നടത്തുന്നു. സംഘകാലത്തോടുകൂടി ഉദയം ചെയ്യുകയും 10-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ ഭരണം നടത്തുകയും ചെയ്ത രാജവംശമാണ് ആയി രാജവംശം. തെക്ക് നാഗർകോവിൽ മുതൽ വടക്ക് തിരുവല്ല വരെ പശ്ചിമഘട്ടം വരെയുമുള്ള പ്രദേശങ്ങൾ ആയി രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. സംഘകാല കൃതികളായ അകനാനൂറ്, പുറനാനൂറ് എന്നീ കൃതികളിൽ ആയി രാജവംശത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ലോകപ്രശസ്ത ഗ്രീക്ക് ഭൂമിശാസ്ത്രജ്ഞൻ ടോളമി കേരളത്തെക്കുറിച്ചും ആയി രാജവംശത്തെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ആയി രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്ന ആയി അന്തിരന്റെ ഭരണകാലത്തെക്കുറിച്ച് സംഘകാല കൃതികളിൽ നിരവധി വർണ്ണനകൾ കാണാം. സംഘകാലത്തെ ആയി രാജാക്കന്മാരിൽ ഭരണം നടത്തിയിരുന്ന പ്രമുഖ രാജാക്കന്മാരാണ് അന്തിരൻ, തിതിയൻ, അതിയൻ എന്നിവർ. സഹ്യപർവ്വതത്തിന്റെ തെക്കേ അറ്റത്തുള്ള പൊതിയിൽ മലയടിവാരത്തുള്ള പൊതിയം മലയാണ് ആയി രാജ്യത്തിന്റെ തലസ്ഥാനമായി കണക്കാക്കിയിരുന്നത്. ആയി അന്തിരന്റെ ഭരണകാലത്ത് അദ്ദേഹം കവികളെയും കലാകാരന്മാരെയും ഒക്കെ അളവില്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നിരവധി സമ്മാനങ്ങൾ നൽകി അവരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, അംഗീകരിച്ചു. അന്തിരന് ശേഷം ആയി രാജ്യം ഭരിച്ച രാജാക്കന്മാരാണ് തിതിയനും അതിയനും. അതിയന്റെ ഭരണകാലത്ത് പാണ്ഡ്യരാജാവ് ആയി രാജ്യം ആക്രമിച്ച് കീഴടക്കിയെങ്കിലും പിന്നീട് ആയി രാജ്യം അവർ തിരികെ പിടിച്ചത് ചരിത്രം. പാണ്ഡ്യന്മാരുടെ ശാസനങ്ങളിലും പട്ടയങ്ങളിലുമൊക്കെ ആയി രാജാക്കന്മാരെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സംഘകാലത്തിനു ശേഷം ആയി രാജാക്കന്മാരെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് 7-ാം നൂറ്റാണ്ടോടെയാണ്. അക്കാലത്ത് ആയി രാജ്യം ഭരിച്ചിരുന്നത് ചടയൻ, കരുനന്തടക്കൻ എന്നിവരാണ്. കരുനന്തടക്കനെ തുടർന്ന് രാജ്യം ഭരിച്ചത് വിക്രമാദിത്യ വരഗുണയാണ്. വിക്രമാദിത്യ വരഗുണയ്ക്ക് ശേഷം ആയി രാജാക്കന്മാരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആയി രാജവംശത്തിന്റെ ഒടുവിലത്തെ രാജാവ് വരഗുണയായിരുന്നു എന്ന് നമുക്ക് കരുതാം. സംഘകാല കൃതികളിൽ നിന്നും ആയി രാജവംശത്തെക്കുറിച്ച് ഒരു വിശാലമായ അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയ രാജാക്കന്മാരായിരുന്നു ആയി രാജാക്കന്മാർ. അവർ കേരളത്തിലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതായി കാണാം. ഇവയിലൊന്നാണ് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്ന കാന്തള്ളൂർ ശാല. ആ കാലഘട്ടത്തിൽ കാന്തള്ളൂർ സർവകലാശാലയിൽ നിയമം, രാഷ്ട്രമീമാംസ, ധനുർവിദ്യ, പൗരോഹിത്യം അങ്ങനെ വിവിധ വിഷയങ്ങൾ പാഠ്യവിഷയങ്ങളായി ഉണ്ടായിരുന്നു. അവിടെ പഠിക്കുവാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യങ്ങളുമൊക്കെ സൗജന്യമായി നൽകിയിരുന്നു കാന്തള്ളൂർ ശാല എന്ന ഈ വിദ്യാകേന്ദ്രം. ആയി രാജവംശത്തിലെ സൈനികർ കാന്തള്ളൂർ ശാലയിൽ ആയുധ പരിശീലനം നേടിയവരായിരുന്നു. ഭരണ സൗകര്യത്തിനായി രാജ്യം പല നാടുകളായി വിഭജിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. തെങ്കനാട്, ചെങ്ങഴുനാട്, മുടാലനാട് എന്നു തുടങ്ങി ഓരോരോ നാട്ടുരാജ്യങ്ങൾ. ഓരോ നാടുകളും ഭരിക്കുവാൻ ഒരു നാടുവാഴിയെ നിശ്ചയിച്ചിരുന്നു. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളാണ് കാശ്, ഈഴക്കാശ്, ദീനാരം മുതലായവ. ആയി രാജാക്കന്മാരുടെ ഭരണകാലത്ത് സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വലിയ പുരോഗതിയാണ് ഉണ്ടായിരുന്നതെന്ന് അക്കാലത്തെ ശാസനങ്ങളിൽ നിന്നും അറിവ് ലഭിക്കുന്നു. ആയി രാജാക്കന്മാരുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായി അവർ വിശ്വസിച്ചിരുന്നത് അവരുടെ ഉപാസനാമൂർത്തിയും കുലദേവതയുമായ പടകാളിയമ്മൻ എന്ന ദേവതയായിരുന്നു. യുദ്ധദേവത എന്നതിനപ്പുറം എല്ലാ വിദ്യകളുടെയും ദേവതയായി പടകാളിയമ്മനെ അവർ ആരാധിച്ചു പോന്നു. അക്കാലത്ത് വിഴിഞ്ഞം വലിയൊരു തുറമുഖവും പട്ടണവുമൊക്കെ ആയിരുന്നു. വിഴിഞ്ഞത്ത് സപ്തമാതാക്കളുടെ അധിപതിയായി കുലദേവതയായ പടകാളിയമ്മനെ ആയി രാജാക്കന്മാർ പ്രതിഷ്ഠിച്ചു. നീതിയുടെയും ധർമ്മത്തിൻ്റെയും ദേവതയായ പടകാളിയമ്മനെ ധ്യാനിച്ച് ആയി രാജാക്കന്മാർ ഭരണം നടത്തി. അങ്ങനെ സാമൂഹികപരമായി എല്ലാ ജനങ്ങൾക്കും ഗുണകരമാകുന്ന തരത്തിലുള്ള ആയി രാജാക്കന്മാരുടെ ഭരണം ഏറെ ഖ്യാതി നേടി. അക്കാലത്താണ് ചോളരാജവംശം ശക്തി പ്രാപിക്കുന്നത്. ആയി രാജവംശത്തെ ആക്രമിച്ച് തങ്ങളുടെ അധീനതയിലാക്കുവാൻ അവർ വിഴിഞ്ഞം തുറമുഖം വഴി നിരന്തരം ആക്രമണങ്ങൾ ആരംഭിച്ചു. എന്നാൽ യുദ്ധവീരന്മാരായ ആയി രാജവംശത്തിലെ സൈനികർ ചോളന്മാരുടെ ആക്രമണങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്തു. ആയി രാജാക്കന്മാരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനങ്ങൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ അവരുടെ ഭരണമികവിൻ്റെ നിരവധി തെളിവുകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്.
കാന്തള്ളൂർ സർവകലാശാലയെ കൂടാതെ 12ഓളം സർവകലാശാലകൾ അക്കാലത്ത് പ്രസിദ്ധി നേടിയിരുന്നു എന്നറിയുമ്പോൾ ആ രാജാക്കന്മാർ അക്കാലത്ത് വിദ്യാഭ്യാസത്തിന് എത്രയധികം പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അങ്ങനെ ഏറ്റവും പുരാതനമായ ആയിരാജവംശത്തെ നയിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരുകൾ ഇന്നും ചരിത്രത്തിലെ ഏടുകളിൽ മായാതെ നിൽക്കുന്നു. അന്തിരൻ, അതിയൻ, തിതിയൻ, കരുനന്തടക്കൻ, ചടയൻ, വിക്രമാദിത്യ വരഗുണൻ എന്നിങ്ങനെ ജനക്ഷേമത്തിനും രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി ഭരണം നടത്തിയിരുന്ന ജനക്ഷേമ തൽപരരായ ഭരണാധികാരികൾ. കരുനന്തടക്കനെ തുടർന്ന് രാജ്യം ഭരിച്ചിരുന്നത് വിക്രമാദിത്യ വരഗുണയാണ്. ശാസനങ്ങളിൽ നിന്നും ഈ അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. പാലിയം ചെപ്പേട് എന്ന പേരിൽ അറിയപ്പെട്ട രേഖ വരഗുണന്റേതായി ലഭിച്ചിട്ടുണ്ട്. വരഗുണന് ശേഷം രാജാക്കന്മാരെക്കുറിച്ച് അറിവുകളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് വരഗുണന്റെ ഭരണത്തോടെ രാജവംശം ഇല്ലാതെയായി എന്ന് അനുമാനിക്കാം. ഒരുപക്ഷെ ചോളന്മാരുടെ ആക്രമണമായിരിക്കാം രാജവംശം തകർന്നു പോകാൻ കാരണമായത്. എന്തായാലും കേരളത്തിലെ രാജവംശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ രാജവംശത്തിന്റെ പ്രാധാന്യവും അവരുടെ ഭരണവും ആ ഭരണത്തിൽ സമസ്ത മേഖലകളിലും ഉണ്ടായ ഉയർച്ചകളും സുവർണലിപികളാൽ എന്നും രേഖപ്പെടുത്തുക തന്നെ വേണം. വിദ്യാഭ്യാസത്തിനും കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും നിരവധി സംഭാവനകൾ നൽകിയ രാജവംശവും ആ രാജവംശത്തിലെ മികച്ച ഭരണാധികാരികളും.